രാത്രി ഉറക്കത്തിൽ മക്കൾ പേടിച്ച് കരയുകയാണെങ്കിൽ, രാത്രി മക്കൾ ഉറക്കത്തിൽ പേടിച്ച് കരയുകയാണെങ്കിൽ ആ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം? ചില മക്കളെ കണ്ടില്ലേ നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ചില മക്കൾ. പിശാചിന്റെ ശരീരത്തിൽ നിന്ന് ആ മക്കൾക്ക് സലാമത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിട്ട് മക്കളെ ഊതി കൊടുക്കണം. ആയത്തുൽ കുർസി ഓതിയിട്ട് മക്കളെ ശരീരത്തിലേക്ക് നമ്മൾ ഊതി കൊടുക്കുക. നമ്മളത് ഓതിയിട്ട് കിടക്കുക. അങ്ങനെ ഓതിക്കിടന്ന ഉറപ്പാണ് രാവിലെ വരെ നമ്മുടെ അടുക്കൽ പിശാച് വരില്ല. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ റഹ്മാനേ. അങ്ങനെ മാഷാ അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്ന ഈ സുന്ദരമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇനിയോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരും വുളൂവെടുത്ത് സന്തോഷത്തോടെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ മിസ്വാക്ക് ചെയ്ത് വുളൂവെടുത്തിട്ട് അത്തറെല്ലാം പൂശിയിട്ട് സുഗന്ധമെല്ലാം ഉപയോഗിച്ച് കണ്ണിലെല്ലാം സുറുമയെഴുതി നല്ല മനോഹരമായ രൂപത്തിൽ നിങ്ങൾ കിടന്നുറങ്ങണമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല മക്കളാവാൻ വേണ്ടിയാണ്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സന്താനങ്ങൾ സുഹൃതമുള്ള സന്താനങ്ങളായി തീരണോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല ഈമാനുള്ള മക്കളായി തീരണോ? നല്ല സ്വലാഹിയത്തുള്ള മക്കളായിട്ട് നിങ്ങളെ മക്കളെ മാറണമെങ്കിൽ ആ മക്കളുണ്ടാകുന്നതിന്റെ മുൻപ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കല്ലേ. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അവർക്ക് വുളൂ വേണമെന്നാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് വുളൂ വേണമെന്നാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്നത്തുകളെ വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കല്ലേ. അതിലൂടെ വരുന്ന മക്കളെ, അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങളെ, അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങൾ ഈമാനുള്ള സൗഭാഗ്യമുള്ള സന്തോഷമുള്ള മക്കളായിരിക്കും. മക്കൾ നന്നാവണമെങ്കിൽ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മക്കളെ നന്നാവണമെങ്കിൽ ഉമ്മയും ബാപ്പയും ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധപ്പെടാൻ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച രാവിലെ. മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് പ്രത്യേകം സുന്നത്തുള്ള സമയമാണ്. ആർത്തവം ഉണ്ടായ പറ്റൂല കേട്ടോ, അത് ഹറാമാണ്. ആ സമയം പറ്റൂല. ആർത്തമുള്ള സമയത്ത് ഒരുമിച്ച് കിടക്കാൻ പറ്റൂലേ? ഒരുമിച്ച് കിടക്കാം. ഹൈദുള്ള സമയത്ത് പെണ്ണിന്റെ കൂടെ ഭാര്യന്റെ കൂടെ ഒരുമിച്ച് കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഒരേ ഒരു വിരിപ്പിൽ ഒരുമിച്ച് കിടക്കാം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും എന്റെ മുത്തുനബിയും അങ്ങനെ ഒരുമിച്ച് കിടക്കാറുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട മഹദിമാരായ ഭാര്യമാരെ നമ്മൾ പഠിപ്പിക്കുന്നു. പെണ്ണിന് ആർത്തമുണ്ടായി വിചാരിച്ചിട്ട് നമ്മൾ പുറത്ത് അങ്ങനെ കിടക്കൊന്നും വേണ്ട. അത് ഒരുമിച്ച് കിടക്കാതിലൊന്നും കുഴപ്പമില്ല. അതങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് ഒരിക്കലും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. അത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ നമുക്ക് സുന്നത്താക്കപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച രാത്രി എന്നുള്ളത്. കാരണം അതിലൂടെ വരുന്ന മക്കള് നന്നായിട്ട് മക്കൾക്ക് പേര് വെക്കുക, അതൊക്കെ സംഗതി ശരിയാണ്. മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കുക, നല്ല അതവില് പഠിപ്പിക്കുക. പക്ഷെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ വലുതായിട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? തുടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച രാവിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാമാണ്. വീണ്ടും മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള സമയം
അല്ലാഹുവേ അതേ പ്രകാരം യാത്ര കഴിഞ്ഞു വരുന്ന സമയം നമ്മൾ യാത്ര കഴിഞ്ഞു വരുന്ന സമയം മാഷാ അല്ലാഹ് ക്ഷീണമില്ലെങ്കിലേ ഭാര്യയുമായിട്ട് ബന്ധപ്പെടൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള സമയമാണ്. അത്തായ സമയം ഏറ്റവും നല്ല സമയമാണ്. അത്തായ സമയം ഏറ്റവും നല്ല സമയമാണ്. അതിന് വലിയ വലിയ പ്രതിഫലങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരുപാട് കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല ക്ഷീണത്തിലാകുന്ന സമയത്തോ നല്ല വിശക്കുന്ന സമയത്തോ ഒരിക്കലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ ഇതെല്ലാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആ സമയത്ത് സംസാരിക്കാൻ പറ്റോ? ആ സമയത്ത് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഗീബത്തല്ലാത്തത് ബന്ധപ്പെടുന്നതിന് സന്തോഷം ലഭിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹുവേ ഇങ്ങനെയെല്ലാം ഒരു വിശ്വാസി കിടപ്പറയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ബറക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അത് ബറക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അതാണ് ബറക്കത്തുള്ള കിടപ്പറ. അതല്ലാതെ ഹദാമിൻ ഫദ്ലി റബ്ബി അതൊക്കെ ബറക്കത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് ബറക്കത്തുള്ള കിടപ്പറ എന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ കിടപ്പറ ബറക്കത്തുള്ള കിടപ്പറയാവില്ല. ഇതൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷയം.